ജ്വല്ലറിയുടെ യൂട്യൂബ് ചാനലിലേക്ക് വൺസ് അഗൈൻ എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടർക്കിഷ് കളക്ഷനെ പറ്റിയാണ്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയുമെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടെ ഉണ്ടെങ്കിൽ ദാറ്റ്സ് മച്ച് മോർ ബെറ്റർ, റൈറ്റ്? സോ അപ്പോൾ ആളടുത്ത് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഇതാണല്ലേ. സോ എനിക്കിതിൻ്റെ കളേഴ്സൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ്, ലൈക്ക് ഡിഫറെൻറ്റ് കളേഴ്സ്? ഇതിൻ്റെ പ്രത്യേകത അതൊരു ടർക്കിഷ് കളക്ഷൻ വരുന്ന നെക്ലസ് ആണ്. ഏകദേശം ഒരു 4 പവൻ തൂക്കം വരുന്നതായ ഒരു നെക്ലസ് ആണ്. ഇതിന്റെ പ്രത്യേകത 3 കളറിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കണേ. ഇതൊരു മാറ്റ് പോളിഷ് ഉണ്ട്, ഗോൾഡിന്റെ മാറ്റ് പോളിഷ് ചെയ്തിട്ടുണ്ട്, ഒരു റോഡിയം കളർ ഉണ്ട്, അത് കൂടാതെ ഒരു കോപ്പർ പോളിഷും കൊടുത്തിട്ടുണ്ട്. 3 കളറിലാണ് ഇത് ഡിസൈൻ ചെയ്തെടുത്തേക്കണത്. ഇതിന്റെ എല്ലാ പീസുകളിലും ഒരു അലൈൻമെന്റ്, അതായത് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ പീസുകളും സെപ്പറേറ്റ് ആണത്. അതുകൊണ്ട് നമുക്ക് ഏത് പ്രായക്കാർക്കും ഇത് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ബ്രൈഡലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, ഒരു യു കട്ടില് സ്റ്റൈല് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാർട്ടി വെയർ ആണ് മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ വെയറാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ ഏത് ടൈപ്പിലുള്ള ഡ്രസ്സ് ആയാലും, സാരി ആയിക്കോട്ടെ, ചുരിദാർ ആയിക്കോട്ടെ, ഇപ്പൊ ഒരു പാർട്ടി വെയർ ഡ്രസ്സ് ആയിക്കോട്ടെ, എല്ലാത്തിനും നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നമുക്ക് മാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് സംഭവം. ഇതാണ് പ്രത്യേകത. സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ പഴയ കാലത്തൊക്കെ സിംഗപ്പൂർ കളക്ഷൻ എന്ന പേരിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് നമുക്ക് പണിക്കൂലിയൊക്കെ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് പണിക്കൂലിയൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇതുപോലതായ ഒരുപാട് ഡിസൈൻസ് നമ്മുടെ കയ്യിൽ. ഇതിപ്പോ കുറച്ച് ബ്രോഡ് ആയിട്ടുള്ളതാണ്, ഇതിലും ചെറുതായിട്ടുള്ളതായ ഒരു ഡിഫറെന്റ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് എക്സാമ്പിൾ, ലൈക്ക് ഇതിൽ ഉള്ളതിൽ ഒരു ലേറ്റസ്റ്റ് കളക്ഷൻ നമ്മൾ കാണിക്കുന്നു. 4 പവനിൽ വരുന്ന ഒരു എലഗന്റ് ആയിട്ടുള്ള എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതെന്ന് പറയുന്നത്. എക്സാക്ട്ലി ഇതിൽ വന്നിട്ട് 4 കളേഴ്സ് ആണ് അവർ മെയിൻലി വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ദിസ് ഈസ് ലൈക്ക് ഗോൾഡിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്? പ്യുവർ ഗോൾഡ് തന്നെ, അതിൽ കളറിംഗ് ആണ് നമ്മുടെ ഒരു കളറിംഗ്. യെസ്, ഓഫ് കോഴ്സ്. ലൈക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെ അവർ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലൈക്ക് ഒരു ഡിഫറെൻറ്റ് 3 കളേഴ്സ് ഉണ്ട്, 3 ലെയേഴ്സ് ഉണ്ട്. ദറ്റ് വർത്തിട്ടാണ്, ലൈക്ക് ഒരു എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് നമ്മളിപ്പം മോസ്റ്റ്ലി നമ്മുടെ മാർക്കറ്റിൽ കാണുന്ന എന്താ പറയുക, ഗോൾഡിനെക്കാളും ദറ്റ്സ് എൻ്റർലി ഡിഫറെൻറ്റ്, റൈറ്റ്? എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് ഗോൾഡിഷ് ആയിട്ടൊരു ഫീലും ഇല്ല, അറ്റ് ദ സെയിം ടൈം ദാറ്റ് വാസ് ലൈക്ക് ഗുഡ്, നൈസ്. നമുക്കൊന്ന് ചോദിക്കാം, ഇതെന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ? ഓക്കെ, ഇത് 3 ലെയറിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു ചോക്കർ മാല പോലെ യൂസ് ചെയ്യാവുന്ന ഒരു ഓർണമെന്റ് ആണത്. ഫസ്റ്റ് ലെയർ കുറച്ച് കഴുത്തിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ, അതിന്റെ താഴേക്ക് ഡംബൽ മാല, അതിന്റെ താഴേക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നതായ ഒരു സ്റ്റൈലാണ് ഈ മാല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 6.5 പവനോളം ഗോൾഡ് വെയിറ്റ് വരുന്നതായ ഒരു പാർട്ടി വെയർ ഓർണമെന്റ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ മാല 2 കളറിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റോഡിയം കളറിലുണ്ട്, മാറ്റ് പോളിഷ് ഉണ്ട്. പ്യുവർ ഗോൾഡിൽ ചെയ്തിരിക്കുന്നതായ കല്ലുകളൊന്നും വരാത്ത രീതിയിലുള്ളതായ ഒരു മാലയാണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സംശയം വരാം, ഇത് കല്ലാണോ, അല്ലെങ്കിൽ നാളെ ഇത് ഒരു കാലത്ത് നമുക്കൊരു തിരിച്ച് കൊടുക്കാൻ നേരത്തിൻ്റെ വില കുറയുമോ, അങ്ങനെയുള്ളതായ ഒരു കൺഫ്യൂഷനും എന്തായാലും വരുന്ന ഡൗട്ടാണ്. ബിക്കോസ് കല്ലുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ കൊടുക്കുന്ന സമയത്ത് വാല്യൂ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതായ ഒരു കൺഫ്യൂഷനും വേണ്ട. പ്യുവർ ഗോൾഡ് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആകെ വരുന്ന ഒരു കളർ എന്ന് പറയുന്നത് റോഡിയം കളറിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് വേറെ നാളെ കൊടുക്കാൻ നേരത്ത് വരെ കുറവൊന്നും വരുന്ന ഒരു ഓർണമെന്റ് അല്ല. അതുകൊണ്ട് 100% നമുക്ക് ബൈ ബാഗോടുകൂടി വാങ്ങിക്കാവുന്ന ഒരു ഓർണമെന്റ് ആണ്. ഓക്കെ, ഇത് കണ്ടിട്ട് തോന്നിയത് ഒരു ഹെവി പാറ്റേൺ ആണ്. ലൈക്ക് നമ്മുടെ വെഡിങ്ങിനൊക്കെ നമുക്ക് ഫസ്റ്റ് സോക്കറ്റൊക്കെ ആയിട്ട് മോസ്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കറ്റ് ആണ്. സോ അതും അല്ലാണ്ട് തന്നെ ലൈക്ക് 3 ലെയേഴ്സ് ആണ് ആസ് യൂഷ്വൽ. ഇതിനും അല്ല 4 ലെയേഴ്സ് ഐ ഗസ്. ലൈക്ക്
4 layers ആണുള്ളത്. ലൈക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, ലൈക്ക് സിൽവർ പാറ്റേൺ വന്നിട്ടുണ്ട്, ഒരു ഗോൾഡിൻ്റെ ഒരു പാറ്റേൺ കുറച്ച് വരുന്നുണ്ട്. സോ അല്ലാണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ കുറച്ച് ഡിസൈൻസുകൾ അവർ ആഡ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. ദാറ്റ് വാസ് ഗുഡ് ആക്ച്വലി. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. വെഡ്ഡിങ്ങിനൊക്കെ മോസ്റ്റ്ലി യൂസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം തന്നെ നമുക്ക് ഈ പറയുന്ന ഇവൻറ്റുകൾക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഒരൊറ്റ മാലയായിട്ട് ഇടാനായിട്ട് ധരിക്കാനായിട്ട് പറ്റുന്ന ഇപ്പൊ കാണുന്ന പ്രത്യേകത, അധികം മാല ഇടുമ്പോൾ നമുക്ക് ലെയർ കറക്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. ഇതാകുന്ന നേരത്ത് ലെയർ തെന്നി പോകുന്ന ഒരു വിഷയം ഇതിനകത്ത് ഉണ്ടാകുന്നില്ല. ബിക്കോസ് ഒരു ഒറ്റ പാക്കറ്റ് ആയിട്ടാണ് വരുന്നത്. ലൈക്ക് സോ ദാറ്റ് വാസ് നൈസ്. എല്ലാ കണ്ണികളും ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഓർണമെന്റ് ആണ്. ഇത് എത്ര പവനാ വരുന്നത്? ലൈക്ക് പവൻ ആൻഡ് ഏകദേശം 6.5 പവൻ വെയിറ്റ് ആണ് ഇതിന് വരുന്നത്. ദാറ്റ്സ് ഇറ്റ്. കാരറ്റ് 22 കാരറ്റ് ആണ്. ഓക്കേ ഫൈൻ. പ്യുവർ 916 ഗോൾഡ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കേ. സോ മച്ച്. ബിക്കോസ് ഒരുപാട് ഇൻഫർമേഷൻസ് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് എനിക്ക് എന്തൊക്കെ മനസ്സിലായി. സോ അത് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ഐ തിങ്ക് ദിസ് ഈസ് മച്ച് മോർ ബെറ്റർ ടു പീപ്പിൾ. നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഓഫ് കോഴ്സ്, ബട്ട് ഒരു എക്സിക്യൂട്ടീവ് പറഞ്ഞു തരുന്നത് നമുക്ക് കുറച്ചും കൂടെ ഒരു യൂസാണ്. ചാനൽസിൽ അങ്ങനെയുള്ള ആൾ ഇപ്പം എക്സിക്യൂട്ടീവിനെ ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ കാര്യങ്ങൾ പറയുന്നത് ദാറ്റ് വാസ് ഗുഡ് ഫോർ ഓഡിയൻസ് ഐ ഗെസ്. എനിവേ താങ്ക് യു സോ മച്ച്. നമുക്കിനി അടുത്ത് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.